എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. എൻ്റെ നാടായ മാളയിലല്ല, തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബാങ്കോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂൾ വെക്കേഷനാണ്. നമ്മൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് തായ്ലൻഡ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനും അവരോടൊപ്പം സമയം ചെലവിടാനും 100% സാറ്റിസ്ഫൈഡ് ആക്കി വിടാനൊക്കെ സാധിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുമ്പോഴും ധാരാളം ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുന്നത്തെ പോലെയല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ ഫുൾ തന്നെയാണ്. ധാരാളം ആൾക്കാർ, സ്പെഷ്യലി ഫാമിലീസ് ഒക്കെ വരുമ്പോൾ പലരും പാതി അറിവോട് കൂടിയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഇത് അറിഞ്ഞിരിക്കണം എന്നതിനാൽ തന്നെ കുറച്ചധികം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് വെളിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമായിട്ടൊരു യാത്രയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ തിരഞ്ഞെടുക്കാവുന്നത് തായ്ലൻഡാണ്. 2 വയസ്സുള്ള കുട്ടികൾ മുതൽ ഒരു 80, 85, 90 വയസ്സുള്ളവർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് തായ്ലൻഡ്. നമ്മളിപ്പോൾ മറ്റ് സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ കാശ്മീർ, മണാലി അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്തും ഒന്നിനും കുറേ ബിൽഡിങ്ങും കുറേ പ്രകൃതി മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും മാത്രമായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ മണാലി പോകണമെങ്കിൽ അല്ലെങ്കിൽ കാശ്മീർ പോകണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ധാരാളം കുന്നുകളും മലകളും താഴ്വരകളും ഐസൊക്കെ ആണെങ്കിൽ തായ്ലൻഡ് യാത്രയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത രീതിയിലുള്ള ട്രാവൽ പ്ലാനാണ് ചെയ്യേണ്ടത്. വെറുതെ തായ്ലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വരില്ല. കാരണം എന്ന് വെച്ചാൽ പലരും നമ്മൾ എയർപോർട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായി, ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ശതമാനം ആൾക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു 5 ദിവസത്തെ ടൂറാണെങ്കിൽ 3-ാമത്തെ ദിവസം തന്നെ ആൾക്കാർ മൂഡ് ഓഫ് ആയി തുടങ്ങും. മറ്റൊന്നുമല്ല, അടുത്തൊരു ദിവസം കൂടി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതെന്നുള്ളത്. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം പിന്നീടുമ്പോഴേക്കും അവർ ചോദിക്കുന്നൊരു കാര്യം, 4-ാമത്തെ ദിവസം ആകുമ്പോൾ ചോദിക്കും 2 ദിവസം കൂടി യാത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ ഓരോ ടൂറും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ മാസത്തിലും അല്ലെങ്കിൽ എല്ലാ വർഷത്തിലൊന്നും നിങ്ങൾ തായ്ലൻഡ് വരാൻ പോകുന്നില്ല. അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ. ഇതെൻ്റെ 251ാമത് തായ്ലൻഡ് ഗ്രൂപ്പ് ടൂറാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ 82ഓളം പേര് യാത്ര ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികളും പ്രായമുള്ളവരെല്ലാവരും അടക്കം മൊത്തം അടിച്ചു പൊളിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടുള്ള ഫ്ലോ കുറച്ചും കൂടി കൂടും. അപ്പോൾ പലപ്പോഴും പല അജ്ഞതകളും നിങ്ങൾക്ക് കുറേ സാമ്പത്തിക നഷ്ടത്തിലേക്കും ശരിയായ രീതിയിൽ ആ ട്രിപ്പ് ഉപയോഗപ്രദമാവാത്ത രീതിയിൽ മാറുന്നുണ്ട് എന്നതിനാൽ തന്നെ കുറച്ചധികം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും യാത്ര ചെയ്യുമ്പോൾ ബഡ്ജറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ലോ ബഡ്ജറ്റിലേക്ക് പോകാതിരിക്കാൻ തന്നെ ഞാൻ ആദ്യം തന്നെ പറയും. അപ്പോൾ ഇത് പറയുമ്പോൾ പല വിമർശകരും പൊട്ടക്കുളത്തിലെ തവളകളൊക്കെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതും. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നല്ലൊരു തുക തന്നെ വിമാനയാത്രയ്ക്ക് ചിലവാക്കിയിട്ടാണ് ഓരോരുത്തരും ഇങ്ങോട്ട് എത്തുന്നത്. വിമാനയാത്ര എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകേണ്ടതൊക്കെ ആ ദൂരമുള്ളൂ, അല്ലെങ്കിൽ ദുബൈക്ക് പോകേണ്ട ആ ദൂരം തന്നെ ഉള്ളൂ. 3-3.5 മണിക്കൂർ 3.25 മണിക്കൂർ കൊണ്ട് തായ്ലൻഡിലേക്ക് എത്താം. ടിക്കറ്റ് വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ കിട്ടും. യാത്രാ തീയതി അടുക്കും തോറും റേറ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ഹെൽത്തി എമൗണ്ട് മുടക്കിയിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഇവിടെ വന്നതിന് ശേഷം അതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ വരുന്നവനും വളരെ ബഡ്ജറ്റായിട്ട് കറങ്ങുന്നവനൊക്കെ കൊടുക്കേണ്ട പൈസയൊക്കെ വിമാനത്തിനൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം വളരെ ലുബ്ധിച്ച് ഒരുപാട് കാഴ്ചകളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ തായ്ലൻഡ് കണ്ടു എന്നുള്ള പേരിൽ വന്നു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സങ്കടകരം. പലപ്പോഴും ഒരുപാട് ട്രാവൽ കമ്പനികൾ, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല കേട്ടോ, വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ധാരാളം കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ കമ്പനികളുണ്ട്, നമ്മൾ പരിചയമില്ലാത്തവരുടെ കമ്പനിയുണ്ട്, വളരെ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം കമ്പനികളും ഒരു റേറ്റിൻ്റെ ഒരു അട്രാക്ഷൻ കാണിച്ചുകൊണ്ട് ഒരു ബെസ്റ്റ് റേറ്റ് എന്നുള്ള രീതിയിൽ യാത്രയും, അതായത് വിമാന ടിക്കറ്റും ഹോട്ടലും എല്ലാം ഇത്ര രൂപയിൽ വരും എന്ന് കാണിച്ചുകൊണ്ട് ഒരു അണ്ടർ കോട്ടിങ് കാണിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുവരുന്ന രീതിയുണ്ട്. ഇത് പകുതിയിലധികം കാഴ്ചകൾ കാണുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതിനാൽ തന്നെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് ഓരോരുത്തരെ കാണുമ്പോൾ സംസാരിക്കുമ്പോഴും ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ അവരുടെ ആ ട്രാവൽ പ്ലാനിൽ ഐറ്റിനറീസിൽ ഇതൊന്നും ഇല്ല എന്നറിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിഷമം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിവിടെ പറയുകയാണ്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചോളം നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ യാത്ര നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം, പ്രത്യേകിച്ച് ഗ്രൂപ്പ് ടൂറുകളൊക്കെയാണ് ഇതിന് മാക്സിമം 5 ദിവസത്തെ പ്രോഗ്രാം. മാക്സിമം എന്ന് പറഞ്ഞാൽ യാത്ര പ്ലാൻ 5 ദിവസത്തെ, ബാക്കി കൂടുതൽ നിൽക്കേണ്ടവർക്ക് കൂടുതൽ നിൽക്കാം. കാരണം
7 ദിവസത്തെ 10 ദിവസത്തെ പ്ലാനുകളുണ്ട്. പക്ഷേ ശരാശരി ഒരാൾക്ക് ബഡ്ജറ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ട്രാവൽ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് 7 ദിവസത്തെ 10 ദിവസം 15 ദിവസത്തെ പ്ലാനൊക്കെ ഇല്ലാതല്ല. പക്ഷേ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി മലയാളി ഒരു വരുമാനക്കാരൻ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1-2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ബഡ്ജറ്റ് അദ്ദേഹത്തിന് അഫോർഡബിൾ ആവണം. അപ്പോൾ ഒരു തായ്ലൻഡ് യാത്ര കഴിഞ്ഞോടുകൂടിയിട്ട് അദ്ദേഹം ഒരുപാട് കടത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരരുതല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളാണ് നമ്മളെപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 5 ദിവസത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പരമാവധി നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അപ്പുറം മറ്റു കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ യാത്ര ചെയ്യട്ടോ. ട്രാവൽ ഏജൻസിയുടെ കൂടെ തന്നെ വരണമെന്നില്ല. ഇനി ട്രാവൽ ഏജൻസിയുടെ ഒപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ റോയൽ സ്കൈ ഹോളിഡേയ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാസത്തിലും ഒരു ട്രിപ്പിൽ ഞാനും ഉണ്ടാകും. നിങ്ങൾക്ക് കൊച്ചി എയർപോർട്ട് മുതൽ തിരിച്ചിവിടെ എത്തിപ്പോകുന്നത് വരെയുള്ള കംപ്ലീറ്റ് എയർപോർട്ട് ടു എയർപോർട്ട് സർവീസ് തരുന്നതായിരിക്കും. കൊച്ചി എയർപോർട്ടിൽ നമ്മുടെ സ്റ്റാഫുകളൊക്കെ വന്ന് നിങ്ങളെ വെൽക്കം ചെയ്തു നിങ്ങൾക്ക് വേണ്ട ലഗേജ് ടാക്സും നിങ്ങൾക്ക് ക്യാപ്പും എല്ലാം തന്നുകൊണ്ട് നിങ്ങൾ ഏറ്റവും സേഫായിട്ട് യാത്രയാക്കുന്നു. ഇവിടെ റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ ഗൈഡുമാരും വാഹനങ്ങളൊക്കെ ഉണ്ട്. ആ 4 ദിവസത്തെ 5 ദിവസത്തെ 6 ദിവസത്തെ പ്ലാൻ കഴിഞ്ഞതിന് ശേഷം സുരക്ഷിതമായിട്ട് നിങ്ങളെ തിരിച്ച് എയർപോർട്ടിൽ എത്തിച്ച് നിങ്ങൾ കയറിപ്പോയി നാട്ടിലെത്തി നിങ്ങൾ സുഖമായി ഇരിക്കുന്നു എന്ന് അറിയുന്നതോടുകൂടി അത് റിപ്പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് റോയൽ സ്കൈ ഹോളിഡേയ്സ് നിങ്ങളുടെ ഒരു യാത്രക്കാരൻ്റെ ഒരു ഫയൽ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മത നമ്മൾ പുലർത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഈ യാത്രയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസാണ്. എല്ലാ കാഴ്ചകളിലേക്കും ആ പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാറുണ്ട്. നിങ്ങളെ കൊണ്ടുപോയി തന്നെ കാണിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യിക്കാറുണ്ട്. ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോരുക എന്നതിനപ്പുറം അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിക്കുക. അതായത് എവർഗ്രീൻ മെമ്മറബിൾ ഡേയ്സ് ആയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓർമ്മശക്തി നശിക്കുവോളം കാലത്തോളം ആ ഓർമ്മകൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ട്രാവൽ പ്ലാനാണ്. നിങ്ങളിപ്പോൾ മക്കളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ ബസ്സിലൊക്കെ പറയാറുണ്ട്, എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരോട് പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ യാത്ര. കാരണം വെച്ചാൽ അവരിപ്പോൾ 6 വയസ്സുള്ള കുട്ടി 7 വയസ്സുള്ള കുട്ടിയോ 3 വയസ്സുള്ള കുട്ടിയൊക്കെ ആയിക്കോട്ടെ, അവരുടെ 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും അവരുടെ മക്കളോട് പറയും, എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ പാപ്പ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയി പുലിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, മുതലേനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, മുതലയുടെ ഷോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഒരു യാത്ര അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ ഇതിൽ ടൂർ കമ്പനിക്കാർ വരുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അതുപോലെ തന്നെ ഒരു കോറൽ ഐലൻഡ്, അങ്ങനത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് വിസിറ്റ്, അങ്ങനത്തെ ഏതാനും ചില കാഴ്ചകൾ കണ്ട് കയറ്റിവിടുന്ന സ്ഥാനത്ത് പരമാവധി നല്ല കാഴ്ചകൾ, ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് കാഴ്ചകളുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് തായ്ലൻഡ് യാത്രയിൽ നുങ്നൂച്ച് വില്ലേജ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാർഡനുകളിൽ ഒന്നാണ് നുങ്നൂച്ച് വില്ലേജ് കേട്ടോ. അത് നിങ്ങൾ യാത്രയിൽ നിങ്ങൾ ഇനിയെങ്കിലും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചെറിയ സസ്പെൻസ് കളയുന്നില്ല. ഇപ്പോൾ ജൂറാസിക് കാലഘട്ടത്തിൽ, ദിനോസറുകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ അന്നുണ്ടാകുമായിരുന്ന ജീവികളൊക്കെ അവരവിടെ ഇതുവരെയുള്ള ഫോസിലുകളുടെ അനുമാനത്തിൽ അത്രയും ജീവികളൊക്കെ അവിടെ അതിൻ്റെ സ്റ്റാച്യൂസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെ അതിൻ്റെ ശബ്ദങ്ങളും മറ്റൊക്കെ നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കും. അതൊക്കെ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മക്കളായിട്ട് പോയി അതിൻ്റെ മുട്ട വിരിഞ്ഞ് വരുന്നത് മുതൽ കുഞ്ഞുങ്ങൾ മുതൽ അതിന് ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയ ഫോസിലുകളുടെ അനുമാനത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ദിനോസർ സ്റ്റാച്യൂസ് വരെ ഉണ്ട്. അതിനോടൊക്കെ ഒത്തു നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഏതാണ്ട് 550 ഏക്കറോളം പരന്ന് കിടക്കുന്ന ആ ഒരു ഗാർഡൻ ചുറ്റിക്കറങ്ങി നടന്ന് കാണുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഇപ്പം മടിയന്മാരായി തുടങ്ങി നടക്കുന്ന കാര്യത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് ശതമാനം നടക്കട്ടെ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു 100 പേരുടെ ഒരു ഗ്രൂപ്പ് വരണമെങ്കിൽ അതിനകത്ത് ഒരു 5 പേര് അല്ലെങ്കിൽ 8 പേര് നടക്കാൻ തയ്യാറായിരിക്കും, ബാക്കി ആരും നടക്കാൻ തയ്യാറല്ല. അതിൻ്റെ പേര് തന്നെ നമ്മൾ ട്രാം സർവീസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ട്രാമിൽ ചുറ്റിക്കറങ്ങി 550 ഏക്കർ ഗാർഡൻ നമ്മൾ നടത്തിയല്ല ചുറ്റിക്കറങ്ങി കാണിക്കാറുണ്ട്. ഒപ്പം തന്നെ തായ് കൾച്ചറൽ ഷോ, അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എലിഫൻറ്റ് ഷോ. എലിഫൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എലിഫൻറ്റ് മസാജ് ചെയ്യുന്നു. നമ്മുടെ ആന ചവിട്ടി കൊന്നേക്കുന്നത്, ഇത് ആന ചവിട്ടി മസാജ് ചെയ്ത് തരുന്നു.
ചിത്രം വരയ്ക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, അമ്പ് ചെയ്യുന്നു, എന്തൊക്കെ കാഴ്ചകൾ, എന്തൊക്കെ സർക്കസുകളാണുള്ളത്. നമ്മുടെ നാട്ടിലെ ആനകളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണെങ്കിലും ഇവിടുത്തെ ആനകൾ അതിബുദ്ധിമാന്മാർ, അത്രയും ട്രെയിനിങ് കൊടുത്തിട്ട് അതൊരു ഒന്നൊന്നര ഫീൽ തന്നെ കിട്ടത്. അതൊക്കെ ഇവിടെ വന്നാൽ കാണണം. അപ്പോൾ തീർച്ചയായിട്ടും തായ്ലൻഡ് യാത്രയിൽ നിങ്ങളിത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തായ്ലൻഡ് ഇനി സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ സന്ദർശിക്കാൻ പോകുന്നവരോട് പറയണം നുങ്നൂച്ച് വില്ലേജ് മറക്കരുതെന്ന്. അതുപോലെ തന്നെ തായ്ലൻഡ് വരുമ്പോൾ നമ്മൾ കാണേണ്ട പിന്നെ പല പല കാഴ്ചകളുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ടൈഗർ ടോപ്പിയ. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കയ്യിൽ 1 കോടിയോ 2 കോടിയോ ക്യാഷൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാലൊന്നും നമ്മുടെ ഇന്ത്യയിൽ അവിടെ സാധ്യമാണ് ഒരു ടൈഗറിനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. എന്നാൽ തായ്ലൻഡ് വരുമ്പോൾ അത് സാധ്യമാണ്. നാട്ടിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ ഇവിടെയാണെങ്കിലും നമുക്ക് ടൈഗറിനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം, ടൈഗറിന് മസാജ് ചെയ്യാം, ചെറിയ ടൈഗറിൻ്റെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി ഫീഡ് ചെയ്യാം, സിംഹ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം, മുതലപ്പുറത്ത് കയറിയിരിക്കാം, മുതല കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചിട്ട് കളിപ്പിക്കാം. അങ്ങനെ 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 ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ടൈഗർ ടോപ്പിയ. അതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, സാധാരണ ഇതിനകത്ത് പലതും കോമൺ ആയിട്ട് എല്ലാവരും കൊടുക്കുന്നതാണ് ഈ കോറൽ ഐലൻഡ്. കോറൽ ഐലൻഡ് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നിങ്ങൾ കോറൽ ഐലൻഡ് യാത്ര ചെയ്യുമ്പോൾ അവിടെ പോയി ബോട്ടിൽ പോയി കോറൽ ഐലൻഡ് കണ്ട് തിരിച്ചു വരിക എന്നതിനപ്പുറം കോറൽ ഐലൻഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. കോറൽ ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചാൽ പട്ടായിൽ നിന്ന് ഏതാണ്ട് ഒരു 7-8 കിലോമീറ്റർ ഡീപ് സീയിലൂടെ നമ്മൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയും ഡീപ് സീയിലൂടെ സ്പീഡ് ബോട്ടിൽ വിടാറില്ല. നമ്മുടെ കൊച്ചിയിലൊന്നും അങ്ങനത്തെ ഇതുകളില്ല. വലിയ ബോട്ടുകളിൽ പോകാൻ പറ്റും, പക്ഷേ സ്പീഡ് ബോട്ടിൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിങ്ങളിവിടെ മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 3D ഇല്യൂഷൻ ആർട്ട് ഗാലറി, അതായത് ആർട്ട് ഇൻ പാരഡൈസ് എന്ന് പറയും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3D ഇല്യൂഷൻ ആർട്ട് ഗാലറി. നമ്മൾ ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞത് ലോകത്തിൽ മറ്റെവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരിതാണ് നമ്മൾ ടൈഗറും മറ്റ് അനിമൽസായിട്ടുള്ള ഇൻട്രാക്ഷൻ, കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നുള്ള സംഭവം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ നമ്മൾ കാണുന്നത്, ഏറ്റവും ടോപ്പ് 10 ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡനുകളൊന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ ഐലൻഡും നമുക്കൊരു വളരെ മെമ്മറബിൾ ആയിരിക്കും. ഒരുപാട് ഹിന്ദി, തമിഴ്, മലയാളം ചിത്രങ്ങളിലൊക്കെ ഇവിടെ നിന്നുള്ള ഗാനരംഗങ്ങളൊക്കെ നമ്മളെടുത്ത് കണ്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഈ ആർട്ട് ഇൻ പാരഡൈസ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഗാലറി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരുപാട് ചുമരുകളിലൊക്കെ ധാരാളം ചിത്രങ്ങൾ വരച്ച് വെച്ചേക്കാണ്. ആ ചിത്രങ്ങൾക്കൊക്കെ അവിടെ നിന്നുള്ളൊരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വൈഫൈ ഒക്കെ ഫ്രീ ആണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രങ്ങൾക്കൊക്കെ ജീവനുള്ളതുമായിട്ട് തോന്നും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ പോയി കാണുമ്പോൾ നിങ്ങൾ വെറുതെ അവിടുത്തെ 2 രീതിയിൽ കാണാം. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വെറുതെ നടന്ന് കാണാനായിട്ട് ജസ്റ്റ് 200 ബാത്തിൻ്റെ കാര്യമുള്ളൂ. നേരെ മറിച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തുഴയുന്ന ബോട്ട് അല്ലെങ്കിൽ ഒരു ബോട്ടിലൂടെ, എഞ്ചിൻ വെച്ച ബോട്ടിലൂടെ നമ്മൾ കറങ്ങിക്കാണുകയാണെങ്കിൽ 800 ബാത്തിൻ്റെ ടിക്കറ്റാണ് അവിടെ വരുന്നത്. പരമാവധി നിങ്ങൾ ബോട്ടിൽ തന്നെ ചുറ്റിക്കറങ്ങി കാണാൻ ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റിന് ഒരു 2 വരം ബോട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തനത് തായ് ഐറ്റംസ് എല്ലാം തന്നെ പരമാവധി നമ്മളെ ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അധികം കാണുന്നത് ഇന്ത്യൻ ഫുഡ്. ഞാൻ പറയുന്നത് നിങ്ങൾ വീട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ കാഴ്ചകളും അതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജെംസ് ഗാലറി. ഇതൊക്കെ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഭൂമിയിൽ ഡയമണ്ട് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അത് കാണും മുമ്പ് വരെ ആർക്കും വലിയ ഐഡിയ ഉണ്ടാകില്ല. കണ്ടവർക്ക് അത് അറിയാൻ പറ്റും. ഭൂമിയിൽ രത്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പോൾ അറിയാൻ പറ്റും, അത് കാണാത്തവരാണെങ്കിൽ. പക്ഷെ നമുക്ക് അവിടെ വരുമ്പോൾ എങ്ങനെയാണ് ആ ഡയമണ്ട് ഉണ്ടാവുന്നത്, അത് എങ്ങനെ അത് പ്രോസസ്സ് ചെയ്യുന്നത്, രൂപപ്പെടുന്നത് എങ്ങനെ, അതെങ്ങനെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് ഒരു ചെറിയൊരു ട്രാമിൽ കൊണ്ടുപോകുന്നു. നമ്മൾ ഈ വീഗാലാൻഡിൽ ബാലരമ കേവിലൊക്കെ നമ്മൾ പോകുന്ന പോലത്തെ അതിൽ നമ്മൾ പോകുമ്പോൾ അഗ്നിപർവ്വതം പുകയുന്നതും പൊട്ടുന്നതും അതിൽ നിന്ന് ലാവ ഉരുകി ഒഴുകുന്നതും അത് തണുത്തുറഞ്ഞ് അതിൽ നിന്ന് ഇത്തരം കല്ലുകൾ കിട്ടുന്നതും അതിനെ ആ കിട്ടുന്ന രാജ്യത്തിൻ്റെ അവിടുത്തെ ഭൂമിയുടെ ഘടന, അവിടുത്തെ മണ്ണിൻ്റെ കളറ്, ഇത് എത്ര ഡിഗ്രിയിലാണ് ഇത് വന്നത്, അപ്പോൾ അതിൻ്റെ ഹാർഡ്നെസ്, പ്യൂരിറ്റി, ഇതിലൊക്കെ ബേസ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യുന്നതും അത് പണിത ആഭരണങ്ങളായിട്ട് മാറ്റുന്നതൊക്കെ കാണാനും അത് മേടിക്കാനുള്ള അനുഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം.
തായ്ലൻഡ് എന്ന് പറയുമ്പോൾ പട്ടായ സെക്സ് ടൂറിസത്തിൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് കുറേ മദ്യവും സ്ത്രീകളും മസാജും മാത്രമായിട്ട് വില കുറച്ച് കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ മാറണം. ഒരു രാജ്യം ടൂറിസത്തിന് എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് ഏറ്റവും വലിയൊരു മാതൃക തായ്ലൻഡാണ്. തായ്ലൻഡിലെ കാഴ്ചകളെല്ലാം തന്നെ മാൻമെയ്ഡ് ആണ്, അതായത് മനുഷ്യരുണ്ടാക്കിയിരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ട്, മറ്റു മനുഷ്യർക്ക് കാണാൻ വേണ്ടിയിട്ട്. നാച്ചുറൽ ആയിട്ടുള്ളത് 10, 15, 20% മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 85% പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വേദനയോടുകൂടി തന്നെ പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചാൽ കിട്ടുന്ന ഒരു അനുഭവമാണ് ഇവിടുത്തെ സഫാരി പാർക്ക് വിസിറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. ഏറ്റവും ചുരുങ്ങിയ ചിലവർ തായ്ലൻഡിൽ എങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കാൻ പറ്റും, അങ്ങനെ കുറേ ഐഡിയകളുണ്ട്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരു അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള എപ്പിസോഡുകൾ വരും. തായ്ലൻഡിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളിവിടെ താമസിക്കുന്നത് നമ്മുടെ റൂമിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് ഇത്തരത്തിലുള്ള നല്ല നല്ല റൂമുകളാണ് നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ വലിയ റൂമുകളാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് തീരെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശം റൂമുകളിലേക്കൊന്നും നമ്മൾ പോകാറില്ല. പരമാവധി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാനുള്ളതുണ്ട്. കാരണം എല്ലാ ദിവസവും ടൂർ പോകുന്നില്ലല്ലോ. വർഷത്തിൽ 4-5 ദിവസത്തേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരുക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ട്രാവൽ ഏജൻറ്റിൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യും. പക്ഷേ ഒരു ട്രാവൽ ഏജൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു അവസ്ഥയിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇവിടെ പല സമയത്തും പല അപകടങ്ങൾ നടക്കുമ്പോഴും നമ്മളാണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. പല ഡോറിൻ്റെ ഇടയിൽപ്പെട്ട് കുട്ടികളുടെ വിരൽ മുറിയുക, അല്ലെങ്കിൽ എന്താ പറയുക, പല ഇഷ്യൂസ്. അതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യട്ടെ. ട്രാവൽ ഏജൻറ്റിൻ്റെ സഹായം കൂടിയേ തീരും എന്നുണ്ടോയെന്ന് വെച്ചാൽ 100% ഒന്നും പറയില്ല. പക്ഷേ ഒരു ട്രാവൽ ഏജൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ടേക്ക് കെയർ ആയിട്ട് ഒരാളുണ്ട് എന്നത് ഉറപ്പിക്കുക. മനുഷ്യാവസ്ഥയാണ്. ഒരു കാർഡിയാക് അറസ്റ്റ്, അതുപോലെ സ്ട്രോക്ക് പോലുള്ളത്, എവിടെയും തട്ടിമറിഞ്ഞ് വീഴുക, കൈയൊടിയുക, കാലൊടിയുക, വാഹനാപകടങ്ങൾ, അല്ലെങ്കിൽ റൂമിൻ്റെ അകത്ത് നടക്കുന്ന ഇൻസിഡൻസ്, എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഒരുപാട് എനിക്ക് ഇങ്ങനെ ഒരുപാട് പറയാണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ബിസിനസ് അതിൻ്റെ വരുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻ്റ് ഉള്ളവർക്കൊക്കെ യാത്ര ചെയ്യാം. അല്ലാത്തവർ തീർച്ചയായിട്ടും ഏതെങ്കിലും ഏജൻറ്റിൻ്റെ സഹായം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾ നേരിട്ട് കൗണ്ടറിൽ പോയി എടുക്കുന്ന റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ തന്നെ ആയിരിക്കും ഒരു ഏജൻറ്റിന് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങളൊരു 1500 ബാത്തിൻ്റെ ഒരു ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ പോയി എടുക്കുമ്പോൾ നിങ്ങൾ 1500 തന്നെ കൊടുക്കുമെങ്കിൽ ഒരു ഏജൻറ്റിന് കിട്ടുന്നത് അതൊരു 1100-നായിരിക്കും. അവർ ചിലപ്പോൾ അതിനകത്തൊരു 100 ബാത്ത് 200 ബാത്ത് മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നാൽ അപ്പോഴും നിങ്ങൾക്ക് 1300 ബാത്തിന് ടിക്കറ്റ് കിട്ടും. അപ്പോഴും 200 ബാത്ത് നിങ്ങൾക്ക് ലാഭമാണ്, 200 ബാത്ത് ഏജൻറ്റിന് കിട്ടുന്നു. അത്തരത്തിലുള്ള പല പോയിന്റുകളാണ് ഈ ഏജന്റുമാരുടെ ലാഭം എന്ന് പറയുന്നത്. ബിസിനസ് സീക്രട്ടൊക്കെ ഒന്നും പറഞ്ഞു തരാൻ പാടില്ല. എന്നിരുന്നാലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്കും ഒരു ട്രാവൽ ഏജന്റ് എന്നുള്ള നിലക്ക് ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നു. അപ്പോൾ നല്ല യാത്രകൾ ആഗ്രഹിക്കുമ്പോൾ മനസ്സും പേഴ്സും ഒക്കെ തുറന്ന് വായൊക്കെ തുറന്ന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. സന്തോഷ് സാർ പറഞ്ഞു വരും, മൂന്നാറിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോയി അത് മൂന്നാറിൽ നിന്ന് കഴിച്ച് ആ വേസ്റ്റൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു വരുന്നതല്ല ടൂറിസം. അപ്പോൾ നമ്മുടെ മനസ്സ് തുറക്കുക, ലോക കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പേഴ്സ് തുറക്കുക, കുറച്ച് സ്പെൻഡ് ചെയ്യുക. ഇവിടെ ഉള്ളവർക്കൊക്കെ സഹായം. യാത്ര ചെയ്യുക എന്നുള്ളത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം യാത്ര ചെയ്യാൻ സാധിക്കില്ല. നമ്മൾക്ക് ആ പൈസയും അതുപോലെ തന്നെ ആരോഗ്യവും അതുപോലെ സാഹചര്യം കൂടിയും വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്തുന്ന രാജ്യത്ത് നമ്മൾ ചെറിയൊരു ജ്യൂസ് കുടിച്ചാൽ പോലും ആ കൊടുക്കുന്ന പൈസ അത് ആ ചെയ്യുന്ന കടക്കാരൻ്റെ കുടുംബത്തേക്ക് സഹായം കൂടിയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ യാത്രകൾ ചെയ്ത് നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കട്ടെ, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കട്ടെ. ഒപ്പം നമ്മൾക്ക് വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എനർജി തരാനും ഓരോ യാത്രകൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നല്ല കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോ കാണാം. ഈ വ്ളോഗർമാർ വർത്താനം പറഞ്ഞു നിർത്തില്ല എന്ന് ഞാൻ എപ്പോഴും പറയും. ഡിസ്കിട്ട പോലെയാണ്, MP3 ഡിസ്കിട്ട പോലെ നിൽക്കില്ല. കാസറ്റാണെങ്കിൽ ഒരു സൈഡ് കഴിഞ്ഞാൽ അതാരെങ്കിലും മറിച്ചിട്ടാലേ അത് പിന്നെ പാടുള്ളൂ. ഇത് ഡിസ്ക് ഇങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല, അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.